ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന 4 സെന്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു വീട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. .6 ഇന്റർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 5.5 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. 14.2 അടി നീളവും 9.3 അടി വീതിയുമുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ വടക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 6 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഏകദേശം 7 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3.7 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് പതിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 7.7 അടി നീളവും 4.6 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. വടക്ക് ദർശനമായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പാളിയില് മഹാഗണിയിലാണ് ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഈ വീടിന്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 14 അടി നീളവും 9.7 അടി വീതിയുമുള്ള ഒരു വലിയ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി വുഡിൽ ചെയ്ത വർക്ക് കാണാം. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. 20 അടി നീളവും 7.2 അടി വീതിയുമുള്ള ഒരു വലിയ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് സ്റ്റെയർ വരുന്നുണ്ട്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും റിമൈനിങ് പോർഷനിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും പതിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. 7.4 അടി നീളവും 6.6 അടി വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. ഇവിടെയായിട്ടാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സെക്കൻഡ് കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് സ്റ്റൗവിനൊരു പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. 7.7 അടി നീളവും 4 അടി വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. ഇതിന്റെ ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റും നൽകിയിട്ടുണ്ട്.
നമ്മളിനി ഈ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലേക്കാണ് വരുന്നത്. 12 അടിയിലേറെ നീളവും 11.6 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വലിയൊരു കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെയുള്ളത്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റിലും ടൈലിലുമാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS-ഉം യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കയറി വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ടാണ് ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിങ്ങിന് 17 അടി നീളവും 9 അടിയോളം വീതിയുമാണുള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. സൗത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത്. 12 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 12.7 അടി നീളവും 10.7 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി കാണാം. 14 അടിയിലേറെ നീളവും 6.3 അടി വീതിയുമുള്ള ഒരു വലിയ ബാൽക്കണിയാണ് ഇവിടെയുള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, കാക്കനാടേക്ക് 8 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 3 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 1935 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ബെസ്റ്റ് ചോയ്സ് ആണിത്. അതേപോലെ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ലോൺ ഫെസിലിറ്റിയും ഈ വീടിന് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.